എന്നെ ശ്രമിക്കുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആത്മസുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഗുരു ദൈവമല്ലെങ്കിൽ പിന്നെ ആരാണ് ദൈവം എന്നുള്ള വിഷയത്തിലുള്ള അന്വേഷണം അതിൻ്റെ 4ാം ഭാഗത്തിലേക്ക് നിൽക്കുകയാണ്. ഈ 4ാം ഭാഗത്തിലെത്തുമ്പോൾ നാം ഇതുവരെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് പറഞ്ഞു പോകുന്നത്. ഇതൊരു വിഷയമാണ്, ഗുരു ദൈവമല്ലെങ്കിൽ പിന്നെ ആരാണ് ദൈവം എന്നുള്ള ഈ അന്വേഷണം. അതിനെ നമ്മുടെ സമയപരിമിതിക്കൊപ്പിച്ച് പല ഭാഗങ്ങളായി തിരിച്ചു പറയുന്നതിന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു കൺവീനിയൻസ് ആണ്. പക്ഷേ ഇതൊരു വിഷയമാണ്, ഒന്നിച്ചു പോകേണ്ടതാണ്. അതുകൊണ്ട് പ്രേക്ഷകരായ കേൾവിക്കാരായ നിങ്ങളെല്ലാവരും അങ്ങോളം ആരംഭം മുതൽ അവസാനം വരെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. എങ്കിലേ ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം നിങ്ങളിൽ എത്തിക്കാൻ എനിക്ക് കഴിയും. അതിന് ഉള്ളൊരു ഈ ശ്രമത്തിൽ നിങ്ങൾ എന്നോട് സഹകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഈ 4ാം ഭാഗത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ഒരു വിഗ്രഹ പ്രതിഷ്ഠാപകനോ വിഗ്രഹപഞ്ചകനോ. ഒരു വിഗ്രഹ പ്രതിഷ്ഠാപകനോ വിഗ്രഹപഞ്ചകനോ ആരായിരുന്നു? ഈ വിഷയമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു ദൈവമല്ല, ഗുരുമന്ദിരങ്ങളും ക്ഷേത്രങ്ങളുമല്ല, ഗുരു ഒരു സാമൂഹ്യവൽക്കർത്താവ് മാത്രമാണ് എന്ന് പറയുന്നവർ ഏതോ വലിയ കണ്ടുപിടുത്തം നടത്തി എന്ന മട്ടിൽ പറഞ്ഞു നടക്കുന്ന ഒരു വിവരക്കേടാണ് പ്രതിഷ്ഠാപകനായ ശ്രീനാരായണ ഗുരു, വിഗ്രഹ പ്രതിഷ്ഠാപകനായ ശ്രീനാരായണ ഗുരു അവസാനം വിഗ്രഹ പഞ്ചകനായി മാറി എന്നത്. വിഗ്രഹ പഞ്ചകൻ എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളെ എടുത്ത് ദൂരെ എറിയുന്ന തല്ലിപ്പൊട്ടിക്കുന്ന തലത്തിലേക്ക് ഗുരുവിന് വിഗ്രഹങ്ങളോട് ചതുർച്ചയായി എന്നാണ് ഇവർ പറഞ്ഞു നടക്കുന്നത്. വിഗ്രഹ പ്രതിഷ്ഠാപകനായിരുന്ന ഗുരു അവസാനം വിഗ്രഹ പഞ്ചകനായി മാറി എന്നത് ശ്രീനാരായണ ഗുരു ദൈവമല്ല, ഗുരുമന്ദിരങ്ങളും ക്ഷേത്രങ്ങളുമല്ല, ഗുരു ഒരു സാമൂഹ്യവൽക്കർത്താവ് മാത്രമാണ് എന്ന് സ്ഥാപിക്കുവാൻ മെമ്പർ കൊള്ളുന്നവർ നടത്തിയ എന്തോ വലിയൊരു കണ്ടുപിടുത്തമാണെന്ന മട്ടിലാണ് അവർ ഇത് പറഞ്ഞു നടക്കുന്നത്. എന്തോന്ന് വിഗ്രഹ പ്രതിഷ്ഠാപകനായ ഗുരു അവസാനം വിഗ്രഹ പഞ്ചകനായി മാറി എന്ന്. നാം ഈ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുക. ഇത് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു വന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നിരന്തരം പറഞ്ഞു വരുന്ന ഒരു കാര്യം ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ. വിഗ്രഹാരാധനയിൽ വിശ്വാസം ഇല്ലായിരുന്ന ഗുരുവിന്റെ പ്രതിമയെ ദേവതാസ്വരൂപമായി കാണുവാൻ കഴിയില്ല. ഇതില് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇതിന്റെ ഓപ്പറേറ്റീവ് പാർട്ട് എന്താണ്? വിഗ്രഹാരാധനയിൽ വിശ്വാസമില്ലാതെ, അതായത് ക്വാളിഫയിങ് മാർക്ക് അതാണ്. വിഗ്രഹാരാധനയിൽ വിശ്വാസം ഇല്ലാതായി തീർന്ന ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമയെ ദേവതാസ്വരൂപമായി കാണാൻ സാധ്യമല്ല. ശ്രീനാരായണ ഗുരു ഒരു സാമൂഹ്യവൽക്കർത്താവാണ്, ദൈവത്തിന്റെ അവതാരമല്ല. ആയതിനാൽ ഗുരുപ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഗുരുമന്ദിരങ്ങളെ ക്ഷേത്രങ്ങളായി കണക്കാക്കുവാൻ നിവർത്തിയില്ല എന്ന് ഇവിടെ കോടതിയും മറ്റ് പലരും പല സന്ദർഭങ്ങളിലായി പറഞ്ഞു പോന്നിട്ടുണ്ട്. ഇപ്പോഴും പറയുന്നുണ്ട്. കലാകാലങ്ങളിൽ ഇതിങ്ങനെ കടന്നു വരും. കാരണം ഗുരുവിനെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും ഒരു വിവാദം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സൃഷ്ടിച്ചില്ലെങ്കിൽ തൽപരകക്ഷികളുടെ നിലനിൽപ്പില്ല എന്നൊരു ബോധം അവർക്കുള്ളതുകൊണ്ട് ബോധപൂർവം അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരിവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും, വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇനിയും ഇത് ആവർത്തിക്കും. ഇത് കാലാകാലങ്ങളിൽ പലതവണ ആവർത്തിച്ചുകൊണ്ട് ഇനിയും ആവർത്തിക്കും. ഈ ആവർത്തിക്കുന്നതിനെല്ലാം അവർ സ്ഥാപിക്കാൻ വളരെ ബുദ്ധിപരമായ ഒരു നീക്കമാണ്. അതിന്റെ പിന്നില് എന്താ പറയുന്നത്? പൂർണ്ണ ബുദ്ധിയുണ്ട്, ചാണക്യ ബുദ്ധിയുണ്ട്. അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഗുരുവിന് ഒരു ഘട്ടമെത്തിയപ്പോൾ വിഗ്രഹാരാധനയിൽ വിശ്വാസമില്ലാതായിരുന്നു. വിഗ്രഹം പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഗുരു ആരംഭിക്കുന്ന 1880. അരിവുപുറത്ത് ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ശിവനെ പ്രതിഷ്ഠിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അബ്രാഹ്മണ ശിവനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് 80ഓളം ക്ഷേത്രങ്ങളും മഠങ്ങളും ആശ്രമങ്ങളും സ്ഥാപിച്ച ഗുരു ധാരാളം ദേവി ദേവതാ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച ഗുരുവിന് ഒരു ഘട്ടം എത്തിയപ്പോൾ ഈ പ്രതിഷ്ഠ കൊണ്ടും ക്ഷേത്രം കൊണ്ടും, അതായത് സഗുണോപാസനാപരമായ കാര്യങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് വെളിപാട് എങ്ങനെയോ ഉണ്ടായി എന്നും അതുണ്ടായപ്പോൾ ഗുരു
വിഗ്രഹ പഞ്ചകനായി, വിഗ്രഹ വിരോധിയായി, വിഗ്രഹങ്ങളെയെല്ലാം തിരസ്കരിച്ചു, ക്ഷേത്രങ്ങളെ ഉപേക്ഷിച്ചു, ആൾദേവതകളെ ഉപേക്ഷിച്ചു എന്നെല്ലാം പറഞ്ഞു വരുത്തുകയാണ്. അതിനെല്ലാം അടിസ്ഥാനപരമായി എടുക്കുന്നത് ഗുരുവിന് ഒരു ഘട്ടമെത്തിയപ്പോൾ വിഗ്രഹാരാധനയും വിശ്വാസമില്ലാതായി തീർന്നു. ഇത് തന്നെയാണ് കോടതി പറയുന്നതും ഇവിടുത്തെ യുക്തിവാദികൾ പറയുന്നതും ഇവിടുത്തെ ന്യൂനപക്ഷ മത ദല്ലാളന്മാർ പറഞ്ഞു നടക്കുന്നതും മതമാറ്റത്തിന് വേണ്ടി ഓടി നടക്കുന്നവർ പറഞ്ഞു നടക്കുന്നതും ഒക്കെ ഇത് തന്നെയാണ്. ശ്രീനാരായണ ഗുരുവിന് വിഗ്രഹാരാധനയിൽ വിശ്വാസമില്ലാതായി തീർന്നു. അത്രയും വന്നപ്പോഴ് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ആ ചവിട്ടുപടിയിൽ നിന്നുകൊണ്ട് ജോസഫ് എടപ്പറങ്ങിനെ പോലെയുള്ളവരെ പുസ്തകം എഴുതാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചു. എന്താണ് എഴുതുന്നത്? നിരീശ്വരനായ ശ്രീനാരായണ. സഗുണോപാസനാപരമായ എല്ലാ കാര്യങ്ങളിലും, ക്ഷേത്രങ്ങളിലും വിഗ്രഹാരാധനയിലും വിഗ്രഹങ്ങളിലും ദേവി ദേവതാ സ്വരൂപങ്ങളെ എല്ലാം തിരസ്കരിച്ച ഗുരുവിന് ഈശ്വരവിശ്വാസമില്ലാതായി തീർന്നു. അതാണല്ലോ കോടതി പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ വിഗ്രഹാരാധനയിൽ വിശ്വാസമില്ലാത്ത ഗുരുവിന്റെ പ്രതിമയെ ദേവതാ സ്വരൂപമായി കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള പ്രതിമകളെ പ്രതിഷ്ഠിച്ച് ഗുരുമന്ദിരങ്ങളുടെ ക്ഷേത്രങ്ങളായി കണക്കാക്കുവാനും സാധ്യമല്ല എന്ന് കോടതി പറയുക. അപ്പൊ ഇവരുടെ ബുദ്ധിയിൽ ഒഴിച്ച് ഏറ്റവും വലിയ ശസ്ത്രം എന്താണെന്ന് വെച്ചാൽ ആ ശസ്ത്രം എന്താണെന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരുവിന് വിഗ്രഹാരാധനയിൽ വിശ്വാസമില്ലാതായി തീർന്നു. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ, അത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഉദ്ദേശിക്കുന്ന പല കഥകളും അതോട് ചേർത്ത് വെച്ച് മെനഞ്ഞുണ്ടാക്കുവാൻ വളരെ എളുപ്പം കഴിയുമെന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഇതിനാണ് അവർ നങ്കൂരം വിട്ടു നിൽക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ വിഗ്രഹാരാധനയിൽ വിശ്വാസമില്ലാതായി തീർന്നത് സ്ഥാപിക്കുക. അതിനുവേണ്ടി അവർ പല അസത്തുകളും നിങ്ങളോട് പറയും. 1888 അരുവിപ്പുറത്ത് ഈടവശങ്ങളെ പ്രതിഷ്ഠിച്ച ശ്രീനാരായണൻ മുരുക്കുപുഴയിലെത്തുമ്പോൾ ദീപം പ്രതിഷ്ഠിക്കുന്നു, കറവക്കോടതി കണ്ണാടി പ്രതിഷ്ഠിക്കുന്നു. ഇത് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പ്രതിഷ്ഠകൾ നടത്തിക്കൊണ്ട് വിഗ്രഹാരാധനയെ തിരസ്കരിച്ചു. ദേവീ ദേവതകളുടെ വിഗ്രഹമൊന്നുമല്ല അവിടെ വെച്ചത്. ആൺദൈവങ്ങൾ ഉപേക്ഷിക്കുന്നു, ക്ഷേത്രങ്ങൾ കൊണ്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്ന് പലതരത്തിലുള്ള കൺക്ലൂഷൻസ് കൊണ്ടുവരാൻ അവരിങ്ങനെ ഒരു വലിയ ശ്രമം നടത്തുക. അതിന്റെ തുടർച്ചയായിട്ട് അവർ പറയും, അദ്വൈതാശ്രമം സ്ഥാപിക്കുമ്പോൾ ആലുവായി വിഗ്രഹ സ്ഥാപനയെ കുറിച്ച് ഗുരു വിചാരിച്ചതേ ഇല്ല. അത്ര ആയപ്പോഴത്തേക്ക് അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നതെന്നാണ് 1913 ആ ഘട്ടം വരുമ്പോഴത്തേക്കും. അതിനു മുമ്പ് ശാരദാമഠം സ്ഥാപിച്ചു 1912 ഒരു വർഷം മുമ്പ് ശിവഗിരി. അവിടെ ക്ഷേത്രത്തിന്റെ ഘടനയിലും അതായത് ക്ഷേത്രത്തിന്റെ നിർമ്മിതിയിലും ഘടനയിലും എല്ലാം വലിയ വ്യത്യാസം വരുത്തി. അവിടുത്തെ ആചാരങ്ങളിൽ അതായത് അനുഷ്ഠാനങ്ങളിലും എല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഒരു വലിയ പരിഷ്കരണം അവിടെ സംഭവിച്ചു. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് പറയുകയാണ് 1913 ആലുവയിലെ അദ്വൈതാശ്രമം ഉണ്ടാക്കിയപ്പോൾ ഗുരു അവിടെ ഒരു പ്രതിഷ്ഠ വെക്കുന്ന കാര്യം പോലും ആലോചിച്ചില്ല. അതായത് പ്രതിഷ്ഠയോട് 1913 ഭയങ്കര വിരോധമായി. എന്നിട്ട് അതിന്റെ തുടർച്ചയായിട്ട് ഗുരു കയറിയെന്ന് പറഞ്ഞു, ഇനി ക്ഷേത്രങ്ങൾ ആവശ്യമില്ല, വിദ്യാലയങ്ങളാണ് വേണ്ടത്. ക്ഷേത്രങ്ങളെക്കാൾ മഹാത്മ വിദ്യാലയങ്ങളാണെന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് ഇവര് നമ്മോട് പറഞ്ഞു കേൾക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് വളരെ ബുദ്ധിപരമായ ഒരു എക്സസൈസാണ് വരുന്നത്. ഇതോടൊപ്പം നിങ്ങളോട് പറയും 33ഓളം സ്തോത്രങ്ങൾ ദേവീ ദേവതമാരെ പ്രകീർത്തിച്ചുകൊണ്ട് 33ഓളം സ്തോത്രങ്ങൾ രചിച്ച ഗുരു ആദ്യമാദ്യം ദൈവദശകത്തിൽ എത്തിയപ്പോൾ ഒരു ദേവീ ദേവതയുടെയും പേര് പറയാൻ ഉണ്ടാക്കിയില്ല. എന്ന് പറഞ്ഞാൽ ദേവീ ദേവതകളോട് എല്ലാം ചതുർത്ഥിയായി ഉപേക്ഷിക്കുന്നത് ഒരു കണ്ടുപിടുത്തം അവർ നടത്തുകയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവർക്ക് പറ്റിയ രീതിയിൽ അവരെടുത്ത് ചേർത്ത് വെച്ചൊരു കഥ മെനയുക. യഥാർത്ഥത്തിലുള്ള കഥയായിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല, കഥ മെനയുകയാണത് വാസ്തവമായിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പൊ ദൈവദശകത്തിൽ എത്തിയപ്പോഴ് ഒരു ദൈവത്തിന്റെ പേരെടുത്ത് ദേവീ ദേവതാ സംഗമത്തിന്റെ പേര് പോലും പറയാൻ കൂട്ടാക്കിയില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയ പലർക്കും തോന്നും ഇതിലൊക്കെ എന്തൊക്കെയോ കഴമ്പുണ്ടല്ലോ. പക്ഷെ അത് പൊള്ളയാണെന്നുള്ളത് ഇപ്പൊ ഒരു അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണാൻ പോവുകയാണ്. ആദ്യം ക്ഷേത്രത്തെ അവർ നിങ്ങളോട് പറയും. ആദ്യം ക്ഷേത്ര ദർശനം നടത്തുകയും ശ്രീനാരായണ ഗുരുദേവൻ ആദ്യം ഒരു ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ കായംകുളത്തെ കുടുംബപ്പള്ളി രാമൻപിള്ളി ആശാന്റെ കളരിയിൽ പോയി പഠിക്കുന്ന ആ കാലത്തൊക്കെ ഗുരുദേവൻ അറിയപ്പെട്ടിരുന്നത് ഒരു ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു.
അതിനുശേഷം ചട്ടമ്പി സ്വാമികളുമായിട്ട് ലോക സഞ്ചാരങ്ങളിൽ മുഴുകി നടക്കുമ്പോൾ ഗുരുദേവനൊരു സുബ്രഹ്മണ്യ ഭക്തനായിരുന്നു. അതൊക്കെ ആദ്യത്തെ ഘട്ടം. അത് അങ്ങനെ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ച് അമ്മയോടൊപ്പം കൊച്ചായിരിക്കുമ്പോൾ തന്നെ അമ്മയോടൊപ്പം മണക്കൽ ക്ഷേത്രത്തിൽ സ്ഥിരം പോയി പ്രാർത്ഥിക്കണം. അങ്ങനെ ആദ്യം ക്ഷേത്ര ദർശനം നടത്തി. അവരതെല്ലാം കൂടെ ചേർത്ത് വെക്കുകയാണല്ലേ. കാരണം അവർക്കൊരു പുതിയ കഥ വരെയാണ്. അതിനവര് നിശ്ചയദാർഢ്യത്തോടെയാണ് നീങ്ങുന്നത്. ആദ്യം ക്ഷേത്ര ദർശനം നടത്തുകയും പിന്നീട് ക്ഷേത്ര സ്ഥാപനങ്ങൾ നടത്തി പുരോഗമിക്കാൻ. ക്ഷേത്ര ദർശനം നടത്തിയാണ് ക്ഷേത്ര സ്ഥാപകനായി പ്രതിഷ്ഠാപകനായി. അതൊക്കെ ചെയ്ത ഗുരു അവസാനം ക്ഷേത്രങ്ങളുടെ നിരർത്ഥകത മനസ്സിലാക്കി ക്ഷേത്ര പ്രതിഷ്ഠ മാത്രമല്ല ക്ഷേത്ര ദർശനം എന്നത്. ഇത് ഞാൻ നിങ്ങളോട് വിശദീകരിച്ചതാണ്. ആത്മജ്ഞാനിയുടെ തലത്തിലെത്തിയ ഒരാൾക്ക് സഗുണോപാസനാപരമായ വിഗ്രഹങ്ങളുടെ മുമ്പിൽ കത്തിച്ച വിളക്കിന്റെ മുമ്പിലൊക്കെ പോയെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ആ തലത്തിലെത്തിയവരെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ലാത്തവര് അത് വെച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കഥ പറയുകയാണ്. ഇത് നിരുത്തരവാദപരമാണ്, ഇത് വിവരക്കേടാണ് എന്നല്ലാതെ എന്ത് പറയാനാണ്? ഏതെങ്കിലും ഋഷിമാരെ അമ്പലത്തിൽ പോയാണോ പ്രാർത്ഥിച്ചിരുന്നത്? ക്ഷേത്രങ്ങൾ ആർക്ക് വേണ്ടിയാണ്? സഗുണോപാസന ആർക്ക് വേണ്ടിയാണ്? ഗുരുദേവൻ തന്നെ ആത്മോപദേശത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു തരുന്നില്ലേ? മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുഷ്യന് മറ്റൊരു വേല ചെയ്തില്ലേണ്ട. വനമലർ കൊയ്തു അല്ലയായെങ്കിൽ മായാമരുവിൽ വിട്ടുപിരിക്കും മായമാറുമെന്ന്. സഗുണോപാസനയുടെ ഒരു സ്ഥലം കേവലാത്മാക്കൾക്ക് വേണ്ടി ഗുരുദേവൻ പറഞ്ഞു തരുമ്പോൾ നിർഗുണോപാസനയുടെ മറ്റൊരു ഉയർന്ന തലം യോഗികൾക്ക് വേണ്ടി ഗുരുദേവൻ വരച്ചു കാട്ടുന്നത്. രണ്ടും പാരലായിട്ട് പോയിട്ടാണ്. ഒന്ന് മറ്റൊന്നിനെ നിരാകരിക്കുന്നില്ല. ഈ സത്യം മനസ്സിലാക്കാതെ ഇനി ക്ഷേത്രങ്ങളല്ല വിദ്യാലയങ്ങളാണ് വേണ്ടതെന്ന് ആഹ്വാനം ചെയ്ത ശേഷം പിന്നെ ഗുരു ചെയ്തു വന്നു ഇവർ കയറിയെന്ന് പറയും. എല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ ഗുരുവിന് ആദ്യം ദേവീ ദേവതാ സ്വരൂപങ്ങളിലും ക്ഷേത്രങ്ങളിലും വിഗ്രഹങ്ങളിലും ആരാധനയിലും എല്ലാം വലിയ താല്പര്യമായിരുന്നു. പിന്നീട് താല്പര്യം കുറഞ്ഞുപോയി. അതുകൊണ്ടാണ് ഗുരുദേവൻ ഈ കണ്ണാടിയും ദീപവും ഒക്കെ പ്രതിഷ്ഠിച്ചുകൊണ്ട് സാധാരണ ചെയ്യാറുള്ള ദേവി ദേവതാ സ്വരൂപങ്ങളെ പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുന്ന തലത്തിൽ മാറിയത് എന്നൊക്കെ ഇവർ സിദ്ധാന്തിക്കുകയാണ് അവർക്ക് ഇഷ്ടപ്പെട്ട രീതി. ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ഈ വളഞ്ഞ വഴിയിലൂടെ എല്ലാവരും സഞ്ചരിക്കുന്നു. വളഞ്ഞ വഴിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിലൂടെ എല്ലാവരും സന്ദർശിക്കുന്നത് അയഥാർത്ഥമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇല്ലാന്ന് പറഞ്ഞുണ്ടാക്കുന്നതൊക്കെ ഒരു കാര്യം സ്ഥാപിക്കാനാണ്. ഗുരുവിന് ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോൾ ദേവി ദേവതാ സ്വരൂപങ്ങളിൽ വിശ്വാസമില്ലാതായി, ക്ഷേത്രങ്ങളിൽ വിശ്വാസമില്ലാതായി, സഗുണോപാസനയെ ഉപേക്ഷിച്ചു ഗുരുദേവനെ സ്ഥാപിച്ചെടുക്കും. എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയിൽ ഗുരുദേവൻ താല്പര്യമില്ലാതായി സ്ഥാപിക്കുന്നത് അവരുടെ ഒരു ആവശ്യമാണ്. എങ്കിലേ നിരീശ്വരനായ ശ്രീനാരായണൻ പറയാൻ പറ്റും. ഇതിന്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളോട് പറയാം. ഇവർ ലക്ഷ്യമിടുന്നത് നിരീശ്വരനായ ശ്രീനാരായണ ഗുരുവിനും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ശ്രീനാരായണ ഗുരുവിനെ എന്തിനെ ആരാധന? അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ഈശ്വരീയ സ്വരൂപം പരമാത്മ സ്വരൂപനായ ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ തലത്തെ വിലയിടിച്ച് കാണിക്കണം, തരം താഴ്ത്തി കാണിക്കണം, നിസ്സാരവൽക്കരിക്കും. അതിനു വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ആദ്യം സംഭവിക്കേണ്ടത് ഗുരുദേവന്റെ ദേവീ ദേവതാ സ്വരൂപങ്ങളിലും ക്ഷേത്രങ്ങളിലും സഗുണോപാസനയിലും താല്പര്യമില്ലാതായി എന്നുള്ള ഒരു മാനസാന്തരത്തിന്റെ തലം കൊണ്ട് സ്ഥാപിച്ചെടുത്തിട്ട് വേണം അടുത്ത ഘട്ടത്തിലേക്ക് അവർ ചാടാൻ. അപ്പൊ ഇവിടെ അവര് വളരെ കാര്യക്ഷമതയോടുകൂടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രതിഷ്ഠയാണ് കളവങ്കോളത്തെ സോക്കോട് കണ്ണാടി പ്രതിഷ്ഠ. കണ്ണാടി പ്രതിഷ്ഠ എന്നാണ് അവരതിന് പറഞ്ഞു കിടക്കുന്നത്. നമുക്കതിന്റെ ചരിത്രം അറിയാം. പക്ഷേ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി വളരെ ഹ്രസ്വമായിട്ട് നിങ്ങളോട് പറയുകയാണ്. കളവങ്കോളത്തെ നിലവിലുണ്ടായിരുന്ന പുരാതനമായ ദേവീക്ഷേത്രത്തെ ഒന്ന് പുതുക്കിപ്പണിയാൻ അവിടുത്തെ ആ പ്രദേശവാസികളായ ജനങ്ങൾ കൂട്ടായി നിശ്ചയിക്കുന്നു. ക്ഷേത്രം പുതുക്കിപ്പണിയുന്നു. അവിടെ പുതിയ പ്രതിഷ്ഠ നടത്തുന്നതിന് വേണ്ടി അർദ്ധനാരീശ്വരന്റെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും വിനായകന്റെയും പ്രതിമകൾ തയ്യാറാക്കി വെക്കുന്നു. അതിന്റെ സകല ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ ചെയ്ത് ഗുരുദേവനെ ക്ഷണിച്ചു വരുത്തി ഗുരുദേവൻ സത്യവ്രത ബോധാനന്ദ സ്വാമികളോടും പരിവാരങ്ങളോടും ചേർന്ന് അവിടെ സമയത്ത് തന്നെ എത്തിച്ചേർന്ന് അവിടെ ഉപവിഷ്ടനായിരിക്കുക. ഗുരുദേവന്റെ ഇരിപ്പുണ്ടല്ലോ, ആശാൻ പറയുന്ന ചെന്താർമുഖം ചേതന നയനയുഗം ചാരുനെറ്റിത്തിടന്ന കൊണ്ടാരും കാന്തിമുഖവും പ്രഭയോടും ഒരു ടോമാളിയാവുന്ന ഭൂമിയുള്ള
ശ്രീനാരായണ ഗുരു ഒരു പുരുഷകേസരിയാണ്. അവിടെ അങ്ങനെ പ്രശാന്ത ചിത്തനായി ഇരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട് ഈ പ്രതിഷ്ഠാകർമ്മം എന്ന മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ. സകല അറേഞ്ച്മെന്റുകളും തയ്യാറാണ്. ആ അവസരത്തിൽ ശ്രീ കെ സി കുട്ടന്റെ നേതൃത്വത്തിൽ, യുക്തിവാദിയാണ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ ഗുരുവിന്റെ അടുത്ത് വന്ന് ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ്. മോദസ്ഥിരനായി ഇങ്ങനെ ഇരിക്കുകയാണ് ഗുരുദേവൻ. ഗുരുദേവനെ യാതൊന്നും അലട്ടയില്ല, കാരണം ഒരു ആത്മജ്ഞാനിയുടെ തലമാണ്. ആ തലത്തിൽ വിരാജിക്കുന്ന ഗുരുദേവന്റെ മുന്നിൽ വന്ന് ഒരു പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് സമർപ്പിക്കുന്നതിന് അനുമതി കിട്ടി. ആ അനുമതി കിട്ടിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവർ ഗുരുവിനോട് ആവശ്യപ്പെടുകയാണ്, ദയവായി ഇനി ഇവിടെ പുതിയ പ്രതിഷ്ഠകളൊന്നും പുതിയ പ്രതിമകളൊന്നും പ്രതിഷ്ഠിക്കരുത്. ഈ പ്രതിമാ പ്രതിഷ്ഠയുമായി ഇനി മുന്നോട്ട് പോകരുത്. അത് അന്ധവിശ്വാസമാണ്. അതിന് ആവശ്യമില്ല. ഗുരു അതിൽ നിന്ന് പിന്തിരിയണം എന്നൊരു പ്രാർത്ഥനകൾ നടത്തുന്ന ഒരു അപേക്ഷകൾ സമർപ്പിക്കുക. ഗുരു അതും കേട്ടു, അക്ഷോഭ്യനായി. അപ്പൊ അവിടെയൊക്കെ കേട്ടുനിന്ന ഗുരുവിനോട് നടത്തുന്ന പ്രാർത്ഥന കേട്ടുനിന്ന പരിസരവാസികളായ ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഉണ്ട്. അവരിൽ ധാരാളം പേർ അതിൽ ഇടപെട്ടു. കാരണം ഒരു പ്രതിഷ്ഠ നടക്കാനുള്ള സകല മുൻകൂർ അറേഞ്ച്മെന്റുകളും ചെയ്തു വെച്ചിരിക്കുകയാണ്. മുഹൂർത്തം വന്നാൽ പ്രതിഷ്ഠിക്കേ വേണ്ടു. ഗുരുവും വന്നിരിക്കുന്നു, സകലതും റെഡിയാണ്. അത് കാണാനാണ് ഈ ആളെല്ലാം കൂടി. അവരെല്ലാം ഇതിനോട് വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചു. അവിടെ ഒരു വലിയ സംഘർഷത്തിന്റെ സ്ഥിതി വന്നു. ബോധാനന്ദ സ്വാമിയും കൂട്ടരും ഇവരെ അതിൽ നിന്ന് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു ധീരമായ ശ്രമം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ അവസാനിച്ചില്ല. ഈ CSC കുട്ടനും പാർട്ടിയും അവർ പറഞ്ഞതിൽ ഉറച്ചു നിന്നു. മറ്റവരെ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൃഗങ്ങളൊക്കെ പ്രതിഷ്ഠിക്കണമെന്നുള്ളതിൽ അവർ ഉറച്ചു നിന്നു. അങ്ങനെ സംഘർഷം മുറുകി കുറേ സമയം കടന്നുപോയി. ഒട്ടൊന്ന് ശാന്തമായെന്ന് കണ്ടപ്പോൾ ഗുരുദേവൻ ഭാരവാഹികളുടെ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു വലിയ നിലക്കണ്ണാടി കൊണ്ടുവരും. നിലക്കണ്ണാടി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അതെല്ലാം ഗുരുദേവനൊന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഞാൻ മുകളിൽ 3 ഇഞ്ച് മുറിച്ചു കളഞ്ഞു. ഇനി അതിന്റെ മധ്യത്തില്, മുകളിൽ മധ്യത്തിലായി ഓം ശാന്തി എന്ന വാക്ക് SMGV എഴുതാൻ. ആ കർമ്മം ഒരാൾ ചെയ്തു. എഴുതി വന്നപ്പോഴത് ഓം ശാന്തിയുടെ ഓയുടെ ദീർഘമില്ലാതെ പോയി ഓം ശാന്തി എന്നായിപ്പോയി. അത് ഗുരുവിനോട് വളരെ വ്യസനപൂർവ്വം പറഞ്ഞിട്ട് ഗുരു പറഞ്ഞു, അതിനും അർത്ഥമുണ്ട്, അത് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. ഗുരുദേവൻ സ്വന്തം തൃക്കരങ്ങളാൽ ഈ ഓം ശാന്തി എന്ന് രേഖപ്പെടുത്തിയ ആലേഖനം ചെയ്ത ആ നിലക്കണ്ണാടി എടുത്ത് പ്രത്യേകം തയ്യാറാക്കിയിരുന്ന പ്രതലത്തിലേക്ക് പ്രതിഷ്ഠിക്കുക. അതിനുശേഷം ബോധാനന്ദ സ്വാമിയോട് പറഞ്ഞു, ഇനി അർദ്ധനാരീശ്വരനെയും വിനായകനെയും സുബ്രഹ്മണ്യനെയും പ്രതിഷ്ഠിക്കുന്നു. അതിന് മുമ്പിൽ ഒരു വശത്തായിട്ട് അർദ്ധനാരീശ്വരനെയും ഈ മറ്റു ഉപദേവതകളെയും ഒക്കെയാണ് പ്രതിഷ്ഠിക്കുന്നത്. മുമ്പ് തയ്യാറെടുക്കുന്ന വിഗ്രഹങ്ങളെല്ലാം പ്രതിഷ്ഠിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഇത്രയായപ്പോഴത്തേക്ക് കണ്ണാടി കൊണ്ടുവരാൻ ഗുരുദേവൻ വിളിച്ച് ഭാരവാഹിയോട് പറഞ്ഞിട്ടും തന്നെ അവിടെ സംഘർഷാവസ്ഥ 90% ഉണ്ടായി. ഇരു വിഭാഗവും കരുതി ഞങ്ങളാണ് ഗുരുദേവൻ ചെയ്യുന്നത്. വിഗ്രഹങ്ങളെല്ലാം പ്രതിഷ്ഠിക്കാൻ നിൽക്കുന്നവർ അതിനുവേണ്ടി നിലകൊണ്ടു. വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്നവരുള്ള അതിന് പറ്റത്തില്ലാത്തവർ ഗുരുദേവൻ ഇപ്പോൾ കണ്ണാടികൾ പ്രതിഷ്ഠിക്കാൻ പോകുന്നത്, അതിൻ്റെ കണ്ണാടി വിളിച്ചേക്കുന്നത് എന്ന് വെച്ച് കുട്ടനും പാർട്ടിയും സന്തുഷ്ടരായി സമാധാനപൂർവ്വം നിലകൊണ്ടു. അവസാനം ഈ ഓം ശാന്തി എന്ന് എഴുതി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ യാതൊരു സംഘർഷവുമില്ല. ഒരു വളരെ നിർണായകമായ, വളരെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു ആത്മജ്ഞാനിയുടെ അപൂർവമായ പാഠവും ഉപയോഗിച്ച് എത്ര ഭംഗിയായി ഡീഫ്യൂസ് ചെയ്തു എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നു. ഇവിടെയാണ് പരമാത്മ സ്വരൂപനായ ഒരു വ്യക്തിത്വത്തിൽ നാം കണ്ടത്. ഇതിലാണ്, അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് ചെയ്ത് ഗുരുദേവൻ അതിന് ആ സംഘർഷഭരിതമായ അന്തരീക്ഷത്തെ ശാന്തമാക്കി എന്ന് മാത്രമല്ല, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഗുരുദേവൻ നമ്മുടെ കണ്ണാടിയിൽ ഓം ശാന്തി എന്ന് എഴുതി പ്രതിഷ്ഠിച്ചിട്ട് പോകും. അതിന്റെ മുമ്പിൽ അർദ്ധനാരീശ്വരനും വിനായകനും സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒക്കെ വിഗ്രഹങ്ങൾ മുമ്പ് നിശ്ചയിച്ചിരുന്നപ്പോൾ തന്നെ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠന്മാരെല്ലാം ഈ പൊതുവെ ഈ കളമംകുളത്തെ പ്രതിഷ്ഠയെ കണ്ണാടി പ്രതിഷ്ഠ എന്ന് വിളിക്കാനാണ് ഇഷ്ടം. കണ്ണാടി പ്രതിഷ്ഠ എന്ന് വിളിക്കാനാണ് ഇഷ്ടം. കണ്ണാടി പ്രതിഷ്ഠ എന്ന് വിളിച്ചുകൊണ്ട് കണ്ണാടി പ്രതിഷ്ഠയുടെ കണ്ണാടിയുടെ പ്രതീകാത്മക മൂല്യത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ട്
ലേഖനങ്ങൾ എഴുതുകയും പ്രസംഗിക്കുകയും പുസ്തകം എഴുതുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ അധികമാണ്. നമ്മളത് നിരന്തരം ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾ എത്രയോ കടന്നു പോയിരിക്കുന്നു, ഇപ്പോഴും അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. KP അപ്പൻ തൻ്റെ ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന പുസ്തകത്തിൽ ഈ കണ്ണാടിയുടെ പ്രതീകാത്മക മൂലം പറഞ്ഞ് ഒരു പരിധിക്കപ്പുറം വലിയ വിശദീകരണം നൽകുന്നുണ്ട്. ധാരാളം ദേശത്തിനുള്ളിലും ദേശാന്തരവുമായ ധാരാളം ആളുകളുടെ കൃതികളെയും സങ്കല്പങ്ങളെയും ദർശനത്തെയും ഒക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് കണ്ണാടിയുടെ മൂല്യം നന്നായി നടത്തുന്നത്. പക്ഷേ അതിൽ എഴുതി ചേർത്ത ഗുരു പ്രത്യേകം എഴുതി ചേർക്കാൻ ആവശ്യപ്പെട്ട് എഴുതി ചേർത്ത ഓംകാരത്തെ കുറിച്ച്, പ്രണവമന്ത്രത്തെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറയാനില്ല. ശ്രീ G. കമലമ്മ എഴുതിയ ഗുരുവിൻ്റെ, അതായത് ഗുരുവിൻ്റെ ക്ഷേത്ര സങ്കല്പം, ശ്രീനാരായണ ഗുരുവിൻ്റെ ക്ഷേത്ര സങ്കല്പം എന്ന പുസ്തകത്തിൽ ഈ കണ്ണാടിയുടെ പ്രതീകാത്മക മൂല്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവരെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കഥയുണ്ട്. കണ്ണാടി ഗുരുദേവൻ തെരഞ്ഞെടുത്തത് കണ്ണാടിയുടെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന ഒരു ഭക്തന് സ്വന്തം പ്രതിബന്ധം അതിൽ നിഴലിച്ച് കാണാൻ കഴിയുമെന്നും, അങ്ങനെ സ്വന്തം പ്രതിബന്ധത്തെ നോക്കിക്കൊണ്ട് കൂപ്പുകൈയുമായി നിന്ന് മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ നിന്ന് ഉൽപ്പന്നമാകുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ വലിയ അദ്വൈത അനുഭൂതിയാണ് അവിടെ ഉൽപ്പന്നമാകുന്നതെന്നാണ് ഇവര് വിവക്ഷിക്കുന്നത്. അങ്ങനെ അദ്വൈത അനുഭൂതിയിൽ മുഴുകി താൻ തന്നെയാണ് ദൈവം, തന്നിലാണ് ദൈവം, മറ്റെങ്ങുമല്ല എന്നുള്ള അദ്വൈത സിദ്ധാന്ത പൊരുള് ഇവർക്ക് തെളിഞ്ഞു കിട്ടുമ്പോൾ അദ്വൈത അനുഭൂതിയിൽ ഭക്തൻ മുഴുകി ആ തലത്തിലേക്ക് വരും എന്നുള്ളതാണ് ഗുരുദേവനോട് സങ്കല്പിച്ചതെന്നാണ് ഇവരെല്ലാം ഒരു പറ്റം ആളുകളെ വിശദീകരിക്കുന്നത്. അവിടെയെല്ലാം കണ്ണാടിയാണ് പ്രധാനം, അവിടെയെല്ലാം കണ്ണാടിയാണ് പ്രധാനം. അതിൽ തന്റെ പ്രതിബന്ധം കാണുകയാണ് പ്രധാനം. ഇത് തന്നെയാണ് KP അപ്പനും G. കമലമ്മയും ആലങ്കോട് ലീലാകൃഷ്ണനും യുക്തിവാദി പ്രമുഖനായ MC ജോസഫിന്റെ മകൻ എന്തിന് സരസകവിയായ S. രമേശൻ നായർ എഴുതി അവനവനെ തന്നെ കണ്ണാടിയിൽ കണ്ടാൽ അറിയാം അത് തന്നെ ദൈവം എന്നാണ് ഗുരു പൗർണമി എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ശ്രീ S. രമേശൻ നായർ പോലും എഴുതിയിരിക്കുന്നത്. അവനവനെ തന്നെ കണ്ണാടിയിൽ കണ്ടാൽ അറിയാം അത് തന്നെ ദൈവം. ഇവർക്കൊന്നും നല്ല എഴുതിയിരിക്കുന്ന ഓം ശാന്തിയെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാനില്ല. ഇത് തന്നെ ആവർത്തിച്ചു മഹാകവി അക്കിത്തം, ജസ്റ്റിസ് V. N. കൃഷ്ണ അയ്യർ, പ്രൊഫസർ പ്രമോദ് വിശുംഭരൻ, M. ലീലാവതി. ഇതിനെല്ലാം പുറത്ത് നിരവധി രാഷ്ട്രീയ നേതാക്കന്മാരും ഗവർണർമാരും അതുപോലെയുള്ള നേതൃസ്ഥാനത്ത് നിൽക്കുന്ന പല പ്രമുഖരും ശിവഗിരിയിലും മറ്റുള്ള പല സ്ഥലങ്ങളിലും എത്തി അവരുടെ പ്രഭാഷണങ്ങളിലൊക്കെ ഈ കണ്ണാടിയുടെ പ്രതീകാത്മക മൂല്യത്തെക്കുറിച്ചും അതിൽ അദ്വൈതാനുഭൂതി ഉദയം ചെയ്യുന്നതിനെ കുറിച്ചും എല്ലാം പറഞ്ഞ് വിസ്തൃതമായ പ്രഭാഷണങ്ങളെ അന്നും ഇന്നും കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. കണ്ണാടി പ്രതിഷ്ഠ എന്നാണ് കളവങ്കോണം പ്രതിഷ്ഠയെക്കുറിച്ച് അറിയുന്നത്. ഈ കണ്ണാടി പ്രതിഷ്ഠയെ നിർണായകമായാണ് യുക്തിവാദ പ്രമുഖർ കരുതുന്നത്. കാരണം ഗുരുവിൻ്റെ സഗുണോപാസനയിലുള്ള ഗുരുവിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു, ഗുരുവിന് വിഗ്രഹാരാധനയിൽ വിശ്വാസം ഇല്ലാതായി എന്ന് സ്ഥാപിച്ചെടുക്കേണ്ടത് അവർക്ക് അത്യാവശ്യമാണ്. അതിന് കളവങ്കോണം പ്രതിഷ്ഠയെ കണ്ണാടി പ്രതിഷ്ഠയെ സ്ഥാപിച്ചെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് അവരെ ബുദ്ധിപൂർവ്വം നിർവഹിക്കാൻ ശ്രമിക്കുകയാണ്. ആ ശ്രമത്തിൽ പങ്കെടുത്തവരാണ് ഇതുപോലെ നിരവധി ആളുകൾ. എനിക്ക് എല്ലാവരുടെയും പേര് പറയാൻ അറിയില്ല, എല്ലാവരുടെയും പേര് പറയാനുള്ള അവസരമില്ല, സമയപരിമിതികളുണ്ട്. ഇവരെല്ലാം പറഞ്ഞു വയ്ക്കുന്നത് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രതിബന്ധം കാണുകയും പ്രതിബന്ധം കാണുമ്പോൾ നിങ്ങളിൽ തന്നെയാണ് ദൈവം പിടിക്കുന്നത്, ആത്മാവ് നിങ്ങളിൽ തന്നെ അധിവസിക്കുന്നത് മനസ്സിലാക്കി ആ അദ്വൈത പൊരുൾ മനസ്സിലാക്കുമ്പോൾ, അദ്വൈത പൊരുൾ നിങ്ങൾ ഉദയം ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം ദൈവമായി മാറുന്നു എന്നുള്ള സങ്കല്പമാണ് ഗുരുദേവനോട് കൊണ്ടുവന്നത്. ഇവിടെ വിഗ്രഹത്തെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. കണ്ണാടിയെ കൊണ്ടുവന്നിട്ട് കണ്ണാടിയിൽ സ്വയം കണ്ട് ആരാധിക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്തതെന്നാണ് വാദിക്കുന്നത്. ഞാൻ ഈ സ്ഥലത്ത് കളവങ്കോണം ക്ഷേത്രത്തിൽ ഈ കണ്ണാടിയുടെ മുന്നിൽ പോയി 3 പ്രാവശ്യം നോക്കി. എത്ര കഷ്ടപ്പെട്ട് എങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞും ഞെളിഞ്ഞും നേരെയും അല്ലാതെ ഒക്കെ നിന്നാൽ പോലും നിങ്ങളുടെ പ്രതിബന്ധം ആ കണ്ണാടിയിൽ കാണുന്നില്ല മുമ്പിൽ നിൽക്കുന്നതാണ്. അങ്ങനെയല്ല ഗുരുദേവൻ ആ കണ്ണാടി വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല ഗുരുദേവൻ ആ കണ്ണാടി വെച്ചിരിക്കുന്നത്. പ്രതിബന്ധം കാണാനായിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കണ്ണാടി വാങ്ങിയിട്ട് ഭിത്തിയിൽ നോക്കുകയാണെങ്കിൽ മുഖം കാണാനുള്ള കണ്ണാടിയാണ്. മുഖക്കണ്ണാടി എന്ന് നമ്മളതിനെ വിളിക്കും. അത് അതിന് പറ്റിയ ഭാഗത്തിലാണ് ഒരു അണി അടിച്ച് തീർക്കുന്നത്. അതിനെ ഫിറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്.
ഈ കണ്ണാടി വെച്ചിരിക്കുന്നത് മുമ്പിൽ നിൽക്കുന്ന ആളുടെ പ്രതിബിംബം കാണാൻ ഒരു കാരണവശാലും സാധിക്കാത്ത തരത്തിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അതൊരിക്കൽ പോയി കണ്ട ആളുകളാരും ഈ KP-അപ്പനും കമലമ്മയും ആലങ്കോട് ലീലാകൃഷ്ണൻ, MC ജോസഫും, ജോസഫ് ഇടമറും, രമേശൻ നായരും, അക്കിത്തവും, കൃഷ്ണയ്യരും, തുറവൂർ വിശ്വംഭരനും, ലീലാവതിയും മറ്റ് നേതാക്കളും ഗവർണർമാരും അതുപോലെയുള്ള പ്രമുഖന്മാരൊക്കെ ഈ പറഞ്ഞു നടക്കുന്ന ഈ തെറ്റ് ആവർത്തിക്കില്ല. ഇതിന്റെ അർത്ഥം ഇവരാരും അവിടെ പോയി ഇതൊന്നും നോക്കാൻ, ഇവിടെ കാണാൻ തയ്യാറായില്ല എന്നുള്ള ദുഃഖ സത്യമാണ് തെളിഞ്ഞു വരുന്നത്. ശ്രീ ജോസഫ് ഇടമറുക, നിരീശ്വരനായ ശ്രീനാരായണൻ എന്ന പുസ്തകം എഴുതുന്ന ജോസഫ് ഇടമറുക കോട്ടുകോയിക്കൽ വേലായുധൻ എന്ന ഗുരുവിന്റെ ഗൃഹസ്ഥ ശിഷ്യൻ എഴുതിയ ഗുരുവിന്റെ ജീവിത ചരിത്രത്തിൽ നിന്ന് ധാരാളം ആ പുസ്തകത്തിൽ കോട്ട് ചെയ്യുന്നു, ഉദ്ധരിക്കുന്നു. പക്ഷേ ഈ കളമംകുളം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെക്കുറിച്ച് കോട്ടുകോയിക്കൽ വേലായുധൻ എഴുതിയിട്ടുള്ള ഒരു പ്രധാന കാര്യം അദ്ദേഹം കോട്ട് ചെയ്യുന്നില്ല. അതിനൊരു വീട് ബോധപൂർവ്വം വിട്ടുകളയുക. അവിടെ എന്താണ് കോട്ടുകോയിക്കൽ എഴുതിയത്? അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ നാം കാണുന്നത് ഓം ശാന്തി എന്ന ലിപികളോട് കൂടിയ കണ്ണാടിയാണ്. അവിടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ഇപ്പോൾ നാം കാണുന്നത് ഓം ശാന്തി എന്ന് എഴുതിയ ലിപികളോട് കൂടിയ കണ്ണാടിയാണ്. അത് ജനങ്ങൾ പറഞ്ഞു വരുത്തുന്നത് പോലെ മുമ്പിൽ നിൽക്കുന്ന ആളിനെ കാണുന്ന വിധത്തിലല്ല കണ്ണാടിയുടെ ഇരിപ്പ്. നോക്കുന്ന ആളിനെ കണ്ണാടിയിൽ കാണില്ല, എന്നാൽ കണ്ണാടി വ്യക്തമായി കാണുകയും ചെയ്യാം. ഇതാണ് വസ്തുത. എല്ലാവരും കളമംകുളത്തെ കണ്ണാടിയെ മാത്രം കാണുന്നു, അതിൽ ആലേഖനം ചെയ്തിട്ടുള്ള ഓങ്കാരത്തെ കാണുന്നേ ഇല്ല. വെറും കണ്ണാടിയും ഓങ്കാരം ആലേഖനം ചെയ്ത കണ്ണാടിയും തമ്മിൽ അജഗജാന്തരം കിട്ടി. കണ്ണാടി ഒരു പ്രതലം മാത്രമാണെന്നുള്ള സത്യങ്ങളെല്ലാം മറന്നു. ഒരു മഹാഗുരുവിന്റെ വാക്യങ്ങളെ, പ്രവൃത്തികളെ, നിലപാടുകളെ, ദർശനത്തെ വ്യാഖ്യാനിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു സാമാന്യ മര്യാദയുണ്ട്. ഒരു മഹാഗുരുവിന്റെ, ഒരു മഹാപ്രതിഭാസത്തിന്റെ ദർശനത്തെയാണ് നാം സ്പർശിക്കുന്നതെങ്കിൽ, ഒരു പ്രവൃത്തിയാണ് നാം വിശദീകരിക്കുന്നതെങ്കിൽ, ആ പ്രവൃത്തി നടത്തുന്നതിന് തെളിവായിട്ടുള്ള സ്ഥാപനം എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി പരിശോധിച്ചിട്ട് ആ കർമ്മത്തിൽ മുഴുകാനുള്ള മര്യാദ, കേവല മര്യാദ കാണിക്കേണ്ടതാണ്. അതുപോലും കാണിക്കുന്നില്ല. അതുപോലും കാണിക്കാം. അതെന്ന് പറഞ്ഞാൽ ഈ കണ്ണാടിയുടെ പ്രതീകാത്മക മൂല്യം ഇങ്ങനെ വിശദീകരിക്കുന്ന ആളുകൾ ആരും തന്നെ കളമംകുളത്തൊന്ന് പോയി ഒരു മിനിറ്റ് കണ്ണാടിയുടെ മുമ്പിൽ ഒന്ന് നിന്നുകളയാവുന്ന ഒരു സാധാരണ മര്യാദ പോലും ഗുരുവിനോട് കാണിച്ചിട്ടില്ല എന്നുള്ളത് നാം മറക്കരുത്. അക്ഷന്തവ്യമായ തെറ്റാണ്. എന്നിട്ട് വായു വന്നതെല്ലാം വിളിച്ചു പറയുന്നു. കണ്ണാടി ഒരു പ്രതലം മാത്രമാണ്. അത് നമ്മൾ കൂടുതൽ വിശദീകരിക്കാം. ഇവിടെ ഗുരുദേവൻ എന്താണ് ഇവിടെ ചെയ്തത്? കളമംകുളത്തും ഉല്ലലയിലും, അതിനുശേഷം ഉല്ലലയിലെ പ്രതിഷ്ഠ നടന്ന സമീപത്ത്, അതും രണ്ടും കണ്ണാടി പ്രതിഷ്ഠയല്ല. കണ്ണാടി പ്രതിഷ്ഠ എന്നല്ല അത് അറിയപ്പെടുകയാണ്. എനിക്ക് ഏറ്റവും വലിയ വിഷമം തോന്നിയത് കളമംകുളം ദേവസ്വത്തിന്റെ ഒരു എഴുത്ത് എനിക്ക് കിട്ടി. അവിടെ ഒരു പ്രത്യേക പരിപാടിക്ക് തന്നെ ഒരു പ്രഭാഷണം. ആ എഴുത്തിൽ ലെറ്റർ ഹെഡിൽ എഴുതിയിരിക്കുന്നത് തന്നെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠിച്ച ക്ഷേത്രം. അവർ പോലും അതിനെ കണ്ണാടി ക്ഷേത്രം എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഓം ശാന്തി എന്ന് കണ്ണാടിയിൽ എഴുതണമെന്ന് നിഷ്കർഷിച്ചത് എന്തുകൊണ്ടാണ്? അതൊരു ഉപനിഷത്ത് വാക്യത്തെ ആധാരമാക്കിയാണ് ഗുരുദേവൻ അങ്ങനെ ഒരു ആവശ്യം കൊണ്ടുവരുന്നത്, അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഉദാഹരണത്തിന് മാണ്ഡവ്യോപനിഷത്തില് പറയുന്നു, ഓം ഇത്യാദി അക്ഷരം സർവം തസ്യോമി വ്യാഖ്യാനം ഭൂതം ഭവിഷ്യതി സർവം ഓങ്കാരമേവ യച്ഛാന്യത് ത്രികാലാതീതം തദപ്യോങ്കാരയേവ. ത്രികാലാതീതം തദപ്യോങ്കാരയേവ. ഓം ഇത്യാദി അക്ഷരം സർവം, ഈ കാണുന്ന സർവം ഓം എന്ന ശബ്ദത്തിൽ അടങ്ങിയിരിക്കുന്നു. സർവം തസ്യോമി വ്യാഖ്യാനം ഭൂതം ഭവിഷ്യതി, ഭൂതത്തിലും 3 കാലങ്ങളിൽ, കാലത്രയത്തിലും വരുന്നതെല്ലാം തന്നെ ഇതിന്റെ പരിധിക്കുള്ളിൽ വരുന്നതാണ്. യച്ഛന്യാത് ത്രികാലാതീതം, ഇനി എന്തെങ്കിലും ഈ ത്രികാലത്തിനും അപ്പുറത്തുണ്ടെങ്കിൽ അതും ഓങ്കാരത്തിന്റെ പിരിവുകൾ മാത്രമാണെന്ന് ഉപനിഷത്ത് പ്രഘോഷണം ചെയ്യുന്നത്. ആ ഉപനിഷത്ത് തത്വത്തെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ കളമംകുളം പ്രതിഷ്ഠ
പ്രതിഷ്ഠയിൽ ആവിഷ്കരിച്ചത്. അവിടെ ഇവരെല്ലാം പോയി കണ്ണാടിയെ കാണുന്നുണ്ട്, ഓങ്കാരത്തെ കാണുന്നില്ല. പതഞ്ജലി സൂത്രത്തിന്റെ പതഞ്ജലി മഹർഷി പറയുന്നു തസ്യ വാചക പ്രണവ എന്നാണ് പറയുന്നത്. പ്രണവം തസ്യ വാചക. പ്രണവ ശബ്ദം, ഓങ്കാര ശബ്ദം ബ്രഹ്മത്തിന്റെ വാചക ശബ്ദമാണെന്നാണ് അതിന്റെ ഡെഫിനിഷൻ തന്നെ. ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, അക്ഷന്തവ്യമായ ഒരു തെറ്റാണ് ഇവർ ചെയ്തത്. ഒരു മഹാപുരുഷന്റെ കർമ്മകാണ്ഡത്തെ ഈ വിധം വിലയിരുത്തി തീർപ്പുകൾ ഏൽപ്പിക്കുന്ന തരത്തിൽ ഗ്രന്ഥരചന നടത്തുന്നതിന് മുമ്പ് കളവക്കോടം ക്ഷേത്രം ഒരു തവണയെങ്കിലും സന്ദർശിച്ച് നിജസ്ഥിതി മനസ്സിലാക്കി കളയാവുന്ന സാധാരണ മര്യാദ പോലും ഗ്രന്ഥകാരന്മാർ അനുവർത്തിച്ചിട്ടില്ലെന്ന് കാണുന്നത് എത്ര വലിയ കഷ്ടമാണ്, എത്ര വലിയ കഷ്ടമാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം അവർക്ക് അതിനുള്ള മനസ്സില്ല. എന്നാൽ ഒരു വലിയ കഥ മനേയും ഇനി അങ്ങനെ പോയി കണ്ടാൽ തന്നെ കണ്ടില്ലെന്ന് ഭാവിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഉള്ളത് പറഞ്ഞു പോയാൽ പിന്നെ ഈ കഥയെല്ലാം വെള്ളത്തിലാവും. അത് പാടില്ല. ഈ കഥയിൽ വേണം പിന്നെ ബാക്കി കഥകൾ കെട്ടിപ്പടുത്താൻ. എന്തിനാണ് ഇവർ ഈ നാടിന്മേൽ കവികൾ നടത്തുന്നത്? ഗുരുവിന്റെ പ്രതിഷ്ഠകളെല്ലാം വേദവിധികളെയും തന്ത്രസൂത്രങ്ങളെയും മുന്നിച്ച് ധിക്കരിക്കലായിരുന്നു സിദ്ധാന്തിക്കണം. ഗുരു ഇതിനെല്ലാം നിന്ദിച്ച് ധിക്കരിക്കുകയായിരുന്നുവെന്ന് സ്ഥാപിക്കണമെങ്കിൽ ഈ കണ്ണാടിയുടെ പിന്നാലേക്ക് പോകണം. കണ്ണാടി പ്രദർശിച്ചുകൊണ്ട് സഗുണോപാസനാപരമായ വിഗ്രഹാരാധന ക്ഷേത്രങ്ങളെ, ദേവീ ദേവതാ സങ്കല്പങ്ങളെ എല്ലാം തള്ളിക്കൊണ്ട് ഗുരുദേവൻ ഒരു വലിയ തെറ്റ് തിരുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുകയും തിരുത്തുകയും ചെയ്യുന്ന ഒരു തലത്തിൽ നിൽക്കുന്ന ഒരു കേവലാത്മാവിന്റെ തലത്തിലേക്ക് ഗുരുദേവനെ ബോധപൂർവം തരം താഴ്ത്തി കാണിക്കാനുള്ള ഒരു ധീരമായ ശ്രമമാണ് ഇവരിവിടെ നടത്തുന്നത്. അതായത് ഗുരുദേവൻ ആദ്യം ധാരാളം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും സ്തോത്രങ്ങൾ രചിക്കുകയും, അതായത് 80ഓളം ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും മഠങ്ങളും സ്ഥാപിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ മനസ്സിലായപ്പോഴേ ഇവരുടെ ഭാഷയില്, ഇവരുടെ നോട്ടത്തില് ഈ ചെയ്തതെല്ലാം തെറ്റായി പോയി, ഇതുകൊണ്ടൊന്നും കാര്യമായ ഗുണമൊന്നുമില്ല. അതുകൊണ്ട് ഗുരുദേവൻ അവിടെ കയറി പറഞ്ഞു ഇനി ക്ഷേത്രങ്ങളല്ല വിദ്യാലയങ്ങളാണ് വേണ്ടത്. ആ തെറ്റങ്ങനെ തിരുത്തുകയായിരുന്നു. അങ്ങനെ സഗുണോപാസനാപരമായ വിഗ്രഹ സംബന്ധമായ ക്ഷേത്രങ്ങളെ, ദേവീ ദേവതാ സങ്കല്പങ്ങളെ എല്ലാം ഗുരുദേവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് തനിക്ക് പറ്റിയ തെറ്റ് തിരുത്തിയിട്ട് വിദ്യാഭ്യാസത്തിന് പിന്നാലെ പോയിരുന്നതാണ്. ഗുരുദേവൻ ആ പറയുന്ന വിദ്യാഭ്യാസ സങ്കല്പത്തെ കുറിച്ച് അവസാനം പറഞ്ഞ കാര്യം ഇനിയും ക്ഷേത്രങ്ങളല്ല വിദ്യാലയങ്ങളാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അവിടെ ആ ഇനി എന്ന വാക്കിനാണോ നല്ലത്? അതിനെ ചുമ്മാ തോന്നിയ മാസം ഒരു മഹാഗുരുവിന്റെ വചനങ്ങളെ നിങ്ങൾക്ക് വിശദീകരിക്കാൻ സാധിക്കില്ല. അതിന്റെ പരിധിക്കുള്ളിൽ സ്ട്രിക്റ്റ് ആയിട്ട് നിന്നുകൊണ്ട് വേണം പറയാൻ. ഇനി അതായത് ഗുരുവിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് പാക്കേജിൽ ഇവിടെ നടപ്പാക്കിയ താരതമ്യങ്ങളില്ലാത്ത സോഷ്യൽ എഞ്ചിനീയറിംഗ് പാക്കേജ്, കേരള നവോത്ഥാനത്തിനോടും ഭാവം ചെയ്ത സോഷ്യൽ എഞ്ചിനീയറിംഗ് പാക്കേജിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ സ്തോത്രങ്ങളും ക്ഷേത്രങ്ങളുമായിരുന്നു പ്രധാനം. അതൊരു പരിധി വരെയായി. അതുകൊണ്ട് ഉദ്ദേശിച്ച പല കാര്യങ്ങളുണ്ട്. ആരാധനാ സ്വാതന്ത്ര്യം, ആരാധനാ സ്ഥലത്തെ സമത്വം, ദുർദേവാരാധനയിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുക, അങ്ങനെ ധാരാളം കാര്യങ്ങൾ അവിടെ നേടിയെടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം ഒരു പരിധി വരെ ആയി എന്ന് കണ്ടപ്പോഴേ ഗുരുദേവൻ പറയാണ് ഇനി ക്ഷേത്രങ്ങളല്ല വിദ്യാലയങ്ങളാണ്. അടുത്ത ഘട്ടത്തില് സോഷ്യൽ എഞ്ചിനീയറിംഗ് പാക്കേജിന്റെ 2ാം ഘട്ടത്തില് ക്ഷേത്രങ്ങളും സ്തോത്രങ്ങളുടെയും സ്ഥാനത്ത് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ പഞ്ചദശ പ്രത്യേകങ്ങളിൽ കൃഷിയും വിദ്യാഭ്യാസവും ഒക്കെ മാറി മാറി പ്രാധാന്യം കൽപ്പിക്കുന്നത് പോലെ ഈ 2ാം ഘട്ടത്തിൽ പ്രധാനം ഇനി വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവിന്റെ പദ്ധതിയുടെ 2ാം ഭാഗം നടപ്പാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആദ്യത്തെ ഭാഗത്തിൽ ചെയ്തത് ക്ഷേത്രങ്ങളെയും സ്തോത്രങ്ങളെയും ഒന്നും നിരാകരിച്ചിട്ടില്ല. ഒരു ക്ഷേത്രങ്ങളെയും വിദ്യാലയങ്ങളാക്കി മാറ്റാൻ ഗുരു ഓർഡർ കൊടുത്തില്ല. ഒരു ക്ഷേത്രങ്ങളെയും തല്ലിപ്പൊളിച്ച് കളഞ്ഞില്ല. അതെല്ലാം അതുപടി നിലനിൽക്കട്ടെ. ഇനി ഹിയർ ആൻഡ് ആഫ്റ്റർ, ഫ്രം ദിസ് പോയിന്റ് ഓൺ, ഈ സമയം മുതൽ നമ്മൾ മുന്നോട്ട് ചെയ്യേണ്ടത് വിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഗുരു പ്രതിനിധീകരിക്കുന്ന സമൂഹം ഇവിടുത്തെ പാവപ്പെട്ടവരുടെ സമൂഹമാണ്. അവരുടെ അടുത്ത് പണമില്ലെന്നറിയാം. അവരുടെ അടുത്ത് ഉള്ള പണം സമാഹരിച്ച് ക്ഷേത്രങ്ങളും സ്തോത്രങ്ങളും എല്ലാം ഉണ്ടാക്കി ഒരു പരിധി വരെ ആ കാര്യം മുന്നോട്ട് പോയപ്പോൾ ഇനി ആ പണം കുറച്ചവിടെയും കുറച്ച് ഇവിടെയും വേണ്ടി ചെലവാക്കാൻ പോയാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഇല്ലാത്ത ആ പണം ഇവരുടെ അടുത്ത് കുറവുള്ള ആ സംഗതി ധനം
അതിനെ സമാഹരിച്ച് ഇനി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കൂടുതൽ വിദ്യാഭ്യാസത്തിലാണ്. അത്യാവശ്യക്കാർക്ക് ചെറിയ ക്ഷേത്രങ്ങൾ വെച്ചു കൊടുത്തുകൊള്ളുക. ക്ഷേത്രങ്ങളിൽ ഉണ്ടെങ്കിൽ ആളുകൾ കുളിച്ച് വൃത്തിയായെങ്കിലും വരുമല്ലോ എന്ന് പോലും ഗുരു പറയുന്നുണ്ട്. ക്ഷേത്രങ്ങൾ ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്, സഗുണോപാസനയെ തള്ളിക്കളയുകയല്ല ചെയ്തത്. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ ഒരു പ്രഭാഷണത്തിൽ നിങ്ങളുടെ മുമ്പിൽ 2 ആഴ്ച മുമ്പ് പറഞ്ഞു, ഗുരു ഈ അദ്വൈതാശ്രമം സ്ഥാപിക്കുന്ന ഘട്ടം വന്നപ്പോഴും ഗുരുവിന് സഗുണോപാസനയും ക്ഷേത്രങ്ങളിലും ദേവീദേവതാ സ്വരൂപങ്ങളിലും ഒന്നും വിശ്വാസമില്ലായി നീ ഇവിടെ പറഞ്ഞു വരുത്തുന്നവര് ഒരു കാര്യം വിട്ടുകളഞ്ഞ് അവർ നേരെ അവിടെ നിന്ന് കളമങ്കോട്ടത്തേക്ക് പോയി അവരുടെ കാര്യം പറഞ്ഞ് സ്ഥാപിക്കുവാൻ. പക്ഷെ അവരൊരു കാര്യം ചെയ്യുന്നില്ല. ഈ 1913 1927 ഇടയ്ക്കുള്ള 14 നീണ്ട വർഷം ഗുരുദേവൻ 24 ക്ഷേത്രങ്ങളാണ് നേരിട്ട് പ്രതിഷ്ഠിക്കുകയോ ശിഷ്യന്മാരുടെ തന്റെ താല്പര്യമനുസരിച്ച് ശിഷ്യന്മാരെ കൊണ്ട് പ്രതിഷ്ഠകൾ നടത്തുകയോ ചെയ്തിട്ടുണ്ട്. ഗുരുവിനെ അദ്വൈതാശ്രമം സ്ഥാപിക്കുന്ന ഘട്ടം വന്നപ്പോൾ ക്ഷേത്രങ്ങളിലും സ്തോത്രങ്ങളിലും വിശ്വാസമില്ലാതായെങ്കിൽ, സഗുണോപാസനയെ തള്ളിക്കളഞ്ഞുവെങ്കിൽ, ദേവീദേവതാ സങ്കല്പത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് തെറ്റിദ്ധരുത്താനുള്ള ഒരു ശ്രമമായിരുന്നുവെങ്കിൽ അതിനുശേഷം ഒരു പ്രതിഷ്ഠയെ നടത്തി. ഇവിടെ 26 പ്രതിഷ്ഠകൾ നടത്തി. അത് മാത്രമല്ല നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ കളമങ്കോടത്തെ കാര്യം നമ്മൾ വളരെ വിസ്തരിച്ച് പറഞ്ഞു. കളമങ്കോടത്ത് ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ വാസ്തവത്തില് യുക്തിവാദക്കാർ കളമങ്കോടത്ത് എന്ത് നേടിയെന്നൊന്ന് പരിശോധിക്കുന്നത് വളരെ രസകരമായി. അവിടെ പറഞ്ഞോണ്ട് നീ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കരുത്, വിഗ്രഹ പ്രതിഷ്ഠയിൽ നിന്ന് സ്വാമി പിന്മാറണം, ഇതായിരുന്നു ആവശ്യം. അവിടെ അവസാനം ഇത് വാദിച്ചുകൊണ്ട് ചെന്ന യുക്തിവാദ പ്രമുഖന്മാർക്ക് കിട്ടിയത് എന്തൊക്കെയാണ്? കണ്ണാടിയിൽ ഓങ്കാരം ആലേഖനം ചെയ്ത ഓങ്കാര പ്രതിഷ്ഠ ഒരു പ്രതിഷ്ഠ, 2 അർദ്ധനാരീശ്വരന്റെ പ്രതിഷ്ഠ, 3 ഗണപതിയുടെ പ്രതിഷ്ഠ, 4 സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം. ഇങ്ങനെ പ്രതിഷ്ഠ വേണ്ട, വിഗ്രഹം വേണ്ട, വിഗ്രഹ പ്രതിഷ്ഠയിൽ നിന്ന് സ്വാമി പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് ചെന്നവരെ 4 പ്രതിഷ്ഠകൾ. നേരത്തെ 3 പ്ലാൻ ചെയ്തിരുന്നുണ്ട്, 3 കൂടെ 1 കൂടെ ചേർത്തു. കണ്ണാടിയിൽ ഓങ്കാരം എഴുതി അതും പ്രതിഷ്ഠിച്ചു. 4 വിഗ്രഹങ്ങള് നൽകിയാണ് അവർ തിരിച്ചുവിട്ടത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കണ്ണാടി പ്രതിഷ്ഠ എന്ന് ഓടിയിട്ട് നടക്കുന്നവരൊരു കാര്യം ശ്രദ്ധിക്കണം. ഗുരുദേവൻ അരിവപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. അന്നും ഇന്നും അരിവപ്പുറം ശിവപ്രതിഷ്ഠ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. യാതൊരു ഭേദവുമില്ല. അവിടെ എന്താണ് ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത്, എന്താണ് ചെയ്തത്? നെയ്യാറിലെ ശങ്കരൻകുഴിയില് മുങ്ങി ഒരു ശിലാഖണ്ഡം എടുത്തുകൊണ്ട് വരികയാണ്. ഒരു കരിങ്കൽ കഷ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് ധ്യാനനിരന്തനായി നിന്ന് ഒരു പ്രത്യേക സമയം വന്നപ്പോൾ അത് മുൻകൂട്ടി തയ്യാർ ചെയ്തിരുന്ന ഒരു പ്രതലത്തില് ആ ശിലാഖണ്ഡത്തെ, ആ കരിങ്കൽ കഷ്ണത്തെ സ്ഥാപിച്ചിട്ട് പ്രതിഷ്ഠിച്ചിട്ട് ഗുരുദേവൻ പ്രഖ്യാപിക്കുന്നു, നാം ഇന്ന് ശിവനെ പ്രതിഷ്ഠിക്കുന്നു. അന്ന് മുതൽ ഇന്ന് വരെ അതിനെ ശിവപ്രതിഷ്ഠ എന്നാണ് വിളിക്കുന്നത്. അവിടെ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത് എന്താണ്? കരിങ്കല്ലേ പ്രതിഷ്ഠിച്ചത്. കരിങ്കൽ കഷ്ണമല്ലേ അവിടെ വെച്ചത്. അതിനെ കരിങ്കൽ പ്രതിഷ്ഠ എന്നാണോ ആരെങ്കിലും വിളിക്കുന്നത്? അതിനെ കരിങ്കൽ പ്രതിഷ്ഠ എന്നല്ല വിളിക്കുന്നതെങ്കിൽ, ശിവപ്രതിഷ്ഠ എന്നാണ് വിളിക്കുന്നതെങ്കിൽ, കളമങ്കോടത്ത് കണ്ണാടിയിൽ ഓങ്കാരം പ്രണവമന്ത്രം എഴുതി വെച്ച് പ്രതിഷ്ഠിച്ചപ്പോഴ് അതിനെ കണ്ണാടി പ്രതിഷ്ഠ എന്ന് വിളിക്കണോ, അതേ ഓങ്കാര പ്രതിഷ്ഠ എന്ന് വിളിക്കണോ? അരിപ്പുറത്തെ കരിങ്കല്ലിന്റെ സ്ഥാനത്തല്ലേ ഇവിടെ കണ്ണാടി? അതൊരു പ്രതലം മാത്രമല്ലേ? പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിക്കുന്ന സാമഗ്രികൾ, അത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന, വിഗ്രഹം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാമഗ്രികൾ എന്തുമാകാം, അതിന് തത്വശാസ്ത്രത്തിൽ വ്യക്തമായ നിയമമാണ്. ആ നിയമം അനുസരിച്ച് നമുക്ക് പഞ്ചലോഹമാകാം, വെങ്കലമാകാം, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആകാം, എന്നും തടിയിലാകാം എന്നും. അങ്ങനെയുള്ള ഒരു പ്രതലം മാത്രമാണ് ഈ കണ്ണാടി. ഓങ്കാരം എഴുതാൻ ഉപയോഗിച്ച ഒരു പ്രതലം. അതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും അതിനില്ല. പക്ഷെ എല്ലാവരും അതിന്റെ പിന്നാലെ ഓടുക. ഇതാണ് കഷ്ടം. അപ്പം ഈ പ്രതിഷ്ഠയ്ക്കും വിഗ്രഹങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തിയവര് അവസാനം കളമങ്കോടത്ത് തിരിച്ചു പോകുന്നത് 3ന്റെ സ്ഥാനത്ത് 4 വിഗ്രഹങ്ങളുമാണ്. അപ്പൊ അവരെന്ത് നേടി? ഒന്നും നേടിയില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന സംഘർഷാത്മകമായ ആ ഒരു സാഹചര്യത്തെ ഗുരുദേവൻ ഒരു ഋഷിതുല്യമായ പാഠവത്തോടെ, അത്ഭുതകരമായ പാഠവത്തോടെ അതിനെ എങ്ങനെ ന്യൂട്രലൈസ് ചെയ്തെന്ന് ചോദിച്ചാൽ
വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ സാധിക്കുന്ന ആർക്കും ഒരു പരാതിയില്ല. അത് കഴിഞ്ഞ് പുറത്തു വന്നിട്ട് പിന്നെ അതിന് നമ്മൾ വിസർക്കപ്പെട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറഞ്ഞു. ഇനി അത് കണ്ണാടി ഓങ്കാരമോ എന്തുമായിക്കോട്ടെ, അതിന് മുമ്പിൽ തന്നെ അർദ്ധനാരീശ്വരനും ഗണപതിയും സുബ്രഹ്മണ്യനും ഒക്കെ അർത്ഥം തന്നെ ഉണ്ടല്ലോ. അതിനെ അങ്ങനെ പ്രതിഷ്ഠിച്ചതല്ലേ. അപ്പം വിഗ്രഹത്തിന് ഗുരുദേവൻ പിന്മാറി എന്ന് പറയുന്നത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? വിഗ്രഹാരാധന അത് 1927 സംഭവിച്ചതാണ്. ഇതിനുശേഷം ഉള്ളലേക്ക് ഒരു പ്രതിഷ്ഠ, അതും ഓങ്കാരം കണ്ണാടിയിലായിരുന്നു. അതിനുശേഷം വേറെ പ്രതിഷ്ഠകളൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം ഗുരുദേവന്റെ മഹാസമാധിയുടെ ഘട്ടം വരെ ഗുരുദേവൻ വിഗ്രഹാരാധനയുമായി വിഗ്രഹ പ്രതിഷ്ഠകളുമായി തന്നെ മുന്നോട്ട് പോയിരുന്നു. അതിൽ നിന്ന് പിന്മാറി എന്ന് പറയുന്നത് ഒരു വിഗ്രഹാരാധനയെ ഇരുത്തി എന്ന വാദമാണ്. ശരിക്കും പറഞ്ഞാൽ മണൽക്കുമ്പാരത്തിന്മേൽ കെട്ടിപ്പൊക്കിയ സൗധം കണക്ക് തകർന്നു വീഴുകയാണ്. അതിനൊരു നിലനിൽപ്പില്ല, അതിനൊരർത്ഥവുമില്ല. അത് നിലനിൽക്കാതെ വരുമ്പോൾ ഈ ചോദ്യം ശ്രീനാരായണ ഗുരു വിഗ്രഹ പഞ്ചാംഗം എത്ര ഇവർ നമ്മളൊന്ന് മുഖത്ത് നോക്കിയൊരു ചോദിച്ചു. ഈ കണ്ണാടിയുടെ കാര്യവും ഗുരുദേവൻ വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ചെന്നും സഗുണോപാസന ഉപേക്ഷിച്ചെന്നും ദേവീ ദേവതാ സങ്കല്പങ്ങളെല്ലാം തള്ളിപ്പറഞ്ഞെന്നും തിരസ്കരിച്ചെന്നും ഒക്കെ പറഞ്ഞ് മുന്നോട്ട് പോയി പല ഉദാഹരണങ്ങളും പലതരത്തിലും വിശദീകരിച്ച് കൊണ്ടുവരുമ്പോൾ അതിനെയൊക്കെ നാം തള്ളിപ്പറയുക നിലനിൽപ്പില്ലാതാകുന്ന ഘട്ടത്തിൽ നമ്മുടെ മുഖത്ത് നോക്കി ഇവർ ചോദിക്കുന്നു, ശ്രീനാരായണ ഗുരു വിഗ്രഹ പഞ്ചകനല്ലേ? വിഗ്രഹങ്ങളെല്ലായിടത്തും ദൂരെ എറിഞ്ഞ ആളല്ലേ? എത്ര വിഗ്രഹങ്ങളെയാണ് ശ്രീനാരായണ ഗുരു എടുത്ത് ദൂരെ എറിഞ്ഞത്? ആറ്റിലൊഴുക്കിയത്, തല്ലിപ്പൊട്ടിച്ചത്. അപ്പൊ ഈ ഗുരുവിന്റെ വിഗ്രഹാരാധനയിൽ വിശ്വാസമില്ലാതെ ആയെന്ന് സ്ഥാപിച്ചിട്ട് പിന്നെ അടുത്ത കാര്യം ഇതാണ്, ഗുരു ഒത്തിരി വിഗ്രഹങ്ങളെടുത്ത് ദൂരെ എറിഞ്ഞു. നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ കഥ പൂർണ്ണമായി. ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ അകം പൊള്ളയാണെന്നുള്ള സത്യം വെളിച്ചത്ത് കൊണ്ടിരുന്നത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഒരു മഹാഗുരുവിന്റെ ദർശനത്തെ, ഒരു മഹാഗുരുവിന്റെ കർമ്മകാണ്ഡത്തെ നാം വിലയിരുത്തുന്നത് വികലമായി പോകുന്നത് വലിയ തെറ്റാണ്, അക്ഷന്തവ്യമായ തെറ്റാണ്. ആ തെറ്റിനെ ഇവിടെ ആവർത്തിച്ചുകൂടാതെ നമുക്കിപ്പോൾ തിരുത്തണം. ശ്രീനാരായണ ഗുരു വിഗ്രഹ പഞ്ചനായിരുന്നോ എന്നുള്ള ചോദ്യം നാം മുന്നോട്ട് പോകും. ശരിയാണ്, ഇവർ പറയുന്ന ഒരു കാര്യം ശരിയാണ്. ഗുരു ധാരാളം ദുർദേവതാ വിഗ്രഹങ്ങളെ എടുത്തു മാറ്റിയിട്ടുണ്ട്, നിഷ്കരണം എടുത്തു മാറ്റിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒക്കെ ഗുരു ചെയ്ത മറ്റൊരു കാര്യമുണ്ട്, അതോടൊപ്പം ചെയ്ത ഒരു കാര്യമുണ്ട്. ഇത് ഓരോന്നും എടുത്തു മാറ്റുന്നുണ്ട്. ആ സ്ഥാനത്ത് സദ്ദേവതകളെ പ്രതിഷ്ഠിച്ച് നൽകിയിട്ടുണ്ട്. എന്തിനാണ് സദ്ദേവതകളെ പ്രതിഷ്ഠിക്കുന്നത്? പകരം അവിടെ പ്രതിഷ്ഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആരാധന തുടരണം, വിഗ്രഹാരാധന തുടരണം. വിഗ്രഹാരാധനയെ തള്ളിക്കളയായിരുന്നില്ല ഗുരു ചെയ്തത്. ഒപ്പം ഗുരുദേവാരാധനയെ തടയുകയായിരുന്നു ലക്ഷ്യം. അതിനാണ് ബഹുമൂർത്തികളെ എടുത്തു മാറ്റുന്നത്. ആ സത്യം എന്തേ ഇവര് മറച്ചു വയ്ക്കുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കുന്നത്. ഈ സത്യം, അതായത് ഗുരു വിഗ്രഹങ്ങളെ എടുത്ത് തോട്ടിലെറിഞ്ഞില്ലേ, ആറ്റിലെറിഞ്ഞില്ലേ, കിണറ്റിലിട്ടില്ലേ? ഇതെല്ലാവരും ചോദിക്കും ഉദാഹരണ സഹിതം. ഇതൊക്കെ കേൾക്കുമ്പോൾ അതെല്ലാം നേരാണെന്ന് തോന്നുന്നു. ഗുരുവിന് വിഗ്രഹാരാധനയിൽ തരിമ്പും വിശ്വാസമില്ലാതായി, ദേവീ ദേവതകളെ കാണാൻ വയ്യാതായി, ചതുർത്ഥിയായി എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെ എടുത്തു മാറ്റിയെടുത്തെല്ലാം സദ്ദേവതകളെ പ്രതിഷ്ഠിച്ച് നൽകുകയാണ് ഗുരുദേവൻ ചെയ്തത്. പകരം അവിടെ നല്ല ദേവതയെ, നല്ല ആരാധനാ സമ്പ്രദായങ്ങൾ ഇഷ്ടപ്പെടുന്ന രക്തദാഹികളല്ലാത്ത ദൈവത്തിന്റെ പ്രതിമകളെ പ്രതിഷ്ഠിച്ച് നൽകിയിട്ടുണ്ട് ഗുരുദേവൻ. ഇത് രണ്ടും ഒപ്പം നടന്ന കാര്യമാണ്. അതിന്റെ രണ്ടാമത്തെ പാർട്ട് ഇവർ മറച്ചു വെക്കുന്നു, ആദ്യത്തെ പാർട്ട് കൊട്ടിഘോഷിച്ചു കൊണ്ടുനടക്കുന്നു. ഇത് ഇവിടെയാണ് ഇവരുടെ ലാക്കെന്താണെന്ന്, തൊഴിലാക്കെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കും. ഉദാഹരണങ്ങൾ ധാരാളം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതെല്ലാം നിരത്തിത്തരാം. സമയത്തിന്റെ കുറവുകൊണ്ട് ചെറിയ ഏതാനും ഉദാഹരണങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിരത്തി വയ്ക്കുകയാണ്. വക്കം വേലായുധനാണ് ക്ഷേത്രത്തിൽ രക്തദാഹിയായ ദേവിയുടെ വിഗ്രഹത്തെ എടുത്ത് മാറ്റിയിട്ട് സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ച് നൽകി 1888 അരിവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം. പ്രസിദ്ധമായ മണ്ണന്തലയിലെ ഭദ്രകാളിയുടെ വിഗ്രഹമെടുത്ത് കുളത്തിലിട്ടു. എന്നിട്ട് ദേവിയുടെ ഒരു സ്വരൂപത്തെ അവിടെ പ്രതിഷ്ഠിച്ച് നൽകി 1889. തെക്കൻ കേരളത്തിൽ കോലത്തുകരയിലെ ഭദ്രകാളി രക്തദാഹിയായ ഭദ്രകാളിയുടെ വിഗ്രഹത്തെ എടുത്ത് മാറ്റിയിട്ട് അവിടെ ശിവലിംഗം പ്രതിഷ്ഠിച്ച് നൽകി 1893.
ചട്ടിപ്പറമ്പ് എന്ന സ്ഥലത്ത് ആനമർദാച്ചി എന്ന രക്തദാഹിയായ ദുർദേവതയെ അതുപോലെയുള്ള പല ദേവതാസ്വരൂപങ്ങളെയും എടുത്തു മാറ്റിയിട്ട് ഗുരുദേവൻ അവിടെ ശിവനെ പ്രതിഷ്ഠിച്ചു നൽകി. കോട്ടാറ കന്യാകുമാരി തമിഴ്നാട്ടിൽ 33 ക്ഷുദ്രമൂർത്തികളുടെ വിഗ്രഹങ്ങളെയാണ് ഗുരുദേവൻ എടുത്ത് ദൂരെ കളഞ്ഞത്. എന്നിട്ട് അവിടെ ഗണപതിയെ പ്രതിഷ്ഠിച്ച് നൽകിയ 1908. പേട്ടയിൽ ദേവി ക്ഷേത്രം, അവിടെ ഉപദേവതകളെ മുഴുവൻ മാറ്റിയിട്ട് ദേവിയുടെ വിഗ്രഹത്തെ മാത്രം നിലനിർത്തിയിട്ട് പറഞ്ഞിട്ട് മാറ്റിയത്. ചെമ്മണത്തിലെ ശ്രീനാരായണേശ്വരം ക്ഷേത്രത്തില് സർപ്പത്തിന്റെ ധാരാളം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ എല്ലാം എടുത്ത് പുഴയിൽ ഒഴുക്കി എന്നിട്ട് സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ച് നൽകുന്നുണ്ട്. ചെമ്പടത്തെ മണക്കൽ ക്ഷേത്രം, അത് ഗുരുവിന്റെ കുടുംബക്ഷേത്രമാണ്. അവിടെ ഭദ്രകാളിയുടെ വിഗ്രഹത്തെ എടുത്ത് മാറ്റിയിട്ട് 1921 ശിവനെ പ്രതിഷ്ഠ നൽകി. ആ ഭദ്രകാളി വിഗ്രഹം ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. ആ ക്ഷേത്രത്തിന്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു സാമ്രാജ്യത്തിന് പോലും കത്തിച്ചു പോകരുതെന്നാണ് ഗുരുവിന്റെ നിർദ്ദേശം. മാതാനം ബ്രഹ്മപുരം ക്ഷേത്രത്തിലെ 31 വിഗ്രഹങ്ങളാണ് ഗുരു എടുത്തു കളഞ്ഞത്. പക്ഷേ 32ാമത്തെ വിഗ്രഹം ദേവിയെ മാത്രമാണ് നിലനിർത്തിയിട്ട് പറഞ്ഞു അതിനെ ആരാധിച്ചു. ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ഭദ്രകാളി വിഗ്രഹത്തെയും അതിന്റെ ഭാഗമായ അവിടെ ഉണ്ടായിരുന്ന വാളും എടുത്തു മാറ്റിയിട്ട് ഭുവനേശ്വരി ദേവിയെ പ്രതിഷ്ഠിച്ചു കൊടുത്തു. അരീക്കര പയലകാല ദേവി ക്ഷേത്രത്തിൽ ദേവി ഒഴിച്ചുള്ള എല്ലാ വിഗ്രഹങ്ങളും നീക്കം ചെയ്തു. ഒരു വിഗ്രഹം മാത്രം നിലനിർത്തി. ഇങ്ങനെ ധാരാളം സ്ഥലത്ത് ഒരു വിഗ്രഹങ്ങളെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതെല്ലാം ദുർദേവരാ വിഗ്രഹങ്ങളാണ്, രക്തദാഹികളായ വിഗ്രഹങ്ങളാണ്. വളരെ അപരിഷ്കൃതമായ ആരാധനാ സമ്പ്രദായങ്ങൾ ആവശ്യപ്പെടുന്നു എന്ന് കരുതപ്പെടുന്ന ദേവതകളാണ്. അതിന്റെ എല്ലാ പ്രതിരൂപങ്ങളെ എടുത്ത് മാറ്റിയിട്ട് അവിടെ സദ്ദേവതകൾ, നല്ല ആരാധനാ സമ്പ്രദായം ഇഷ്ടപ്പെടുന്നു എന്ന് കരുതപ്പെടുന്ന ദേവതകളുടെ സ്വരൂപത്തെ മാത്രം പ്രതിഷ്ഠിച്ച് നൽകിയത് രണ്ടും ഒപ്പം നടന്ന കാര്യമാണ്. അതിലൊന്ന് മാത്രം എടുത്തു പറയുകയും അതിനടിവരയിടുകയും ചെയ്തിട്ട് മറ്റൊന്നും മിണ്ടാതിരിക്കുക. അതായത് ഗുരു എടുത്തു മാറ്റിയ വിഗ്രഹങ്ങളുടെ കണക്ക് കൃത്യമായി വിവരങ്ങൾ നൽകുന്നു. എടുത്തു മാറ്റിയിട്ട് പ്രതിഷ്ഠിച്ച അതിന്റെ കണക്ക് സദ്ദേവതകളെ പ്രതിഷ്ഠിച്ചതിന്റെ കണക്ക് ഇവർ പറയുന്നില്ല. എന്തൊരു കാപട്യമാണിത്! ഇത് മനസ്സിലാക്കി ഗുരുവിന്റെ വിഗ്രഹാരാധനയിൽ വിശ്വാസമില്ലാതായി. ഗുരുവിന്റെ ദേവീദേവതാ സ്വരൂപങ്ങളെ ഗുരുദേവൻ തിരസ്കരിച്ചു. ഗുരുവിന്റെ ക്ഷേത്രങ്ങളോട് ചതുർത്ഥിയായി. ഇനി ക്ഷേത്രങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു. ഇനി വിദ്യാലയങ്ങൾ മതിയെന്ന് പറഞ്ഞതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഗുരുദേവൻ ധാരാളം വിഗ്രഹങ്ങൾ തച്ചുടച്ച് കളഞ്ഞ് വിഗ്രഹ ഭഞ്ജകനായി മാറി. അങ്ങനെ വിഗ്രഹങ്ങളോടുള്ള 100% എതിർപ്പ്. അതായത് ശ്രീനാരായണ ഗുരുവിന്റെ കോടതി പറഞ്ഞ അതേ കാര്യം, വിഗ്രഹങ്ങളിൽ വിഗ്രഹാരാധനയിൽ വിശ്വാസമില്ലാത്ത ഗുരുവിന്റെ പ്രതിമയെ ദേവതാസ്വരൂപമായി കാണാൻ കഴിയില്ല എന്നാണ് കോടതി പറയുന്നത്. അപ്പൊ വിഗ്രഹാരാധനയിൽ വിശ്വാസമില്ലാതായി എന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു വലിയ ഞാണിന്മേൽ കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഞാണിന്മേൽ കളി അർത്ഥശൂന്യമാണെന്നും അർത്ഥസത്യങ്ങൾ വാരി വിതറിക്കൊണ്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു മഹാപുരുഷന്റെ വാക്കുകളെയും പ്രവൃത്തിയെയും ദർശനത്തെയും വികലമായി ചിത്രീകരിച്ചുകൊണ്ട് സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഇവർ നടത്തുന്ന ഈ കസർത്തുകൾ കണ്ടിട്ട് ആരും ഭയപ്പെടരുത്. ഇതിനെയെല്ലാം തുറന്ന മനസ്സോടുകൂടി കൃത്യമായി നോക്കിക്കാണുന്നവർക്ക് ഗുരുദേവൻ ചെയ്ത എല്ലാ കാര്യത്തിലും ഭക്തിയുടേതായ ഈശ്വര വിശ്വാസത്തിൻ്റെതായ ഒരു ബ്രഹ്മസ്വരൂപിന്റെ കരങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി കണ്ടെത്താൻ കഴിയും. അവിടെ ഇതൊന്നും ബാധകമല്ല. ഈ പറയുന്നതെല്ലാം ഒരുതരം പൂർണ്ണബുദ്ധി, ചാണക്യ ബുദ്ധിയിൽ നിന്ന് ഉദിക്കുന്ന കളികളാണ്. അവർക്ക് അതൊരു അജണ്ടയുടെ ഭാഗമായി ഇതെല്ലാം പറഞ്ഞേ തീരൂ. കാരണം ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ പ്രഭുത്വത്തെ നിസ്സാരവൽക്കരിക്കും. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ പ്രഭുത്വത്തെ നിസ്സാരവൽക്കരിച്ച് ഒരു മതപരിഷ്കർത്താവിന്റെയോ ഒരു വിപ്ലവകാരിയുടെയോ ഒരു 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 സാമൂഹ്യ പരിഷ്കർത്താവിന്റെയോ കുറ്റിയിൽ ഗുരുദേവനെ കെട്ടിയിടാൻ കഴിയുമ്പോഴേ ഗുരുദേവൻ പ്രതിനിധാനം ചെയ്യുന്ന ശ്രീനാരായണ പ്രസ്ഥാനവും
ഇവിടുത്തെ അധകൃതരുടെ ഒരു റാലിയിങ് പോയിന്റായി ഇനി വളരാതിരിക്കും. അതിന് ഗുരുവിന്റെ ആത്മീയ പ്രഭുത്വത്തെ ഇല്ലായ്മ ചെയ്യണം, അതിനെ തരം താഴ്ത്തണം, അതിനെ നിസ്സാരവൽക്കരിക്കണം, അതിനെ പടിപടിയായി തകർക്കണം. അതിന് വേണ്ടതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സത്യം മനസ്സിലാക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോമൊന്നും ഉരിയാടേണ്ടതില്ല എന്നുള്ള ആ തലത്തിൽ നിന്നും മാറി കാര്യമറിയുന്നവര്, ഞാനീ പറഞ്ഞ വിവരങ്ങൾ മനസ്സിലാകുന്നവര്, ഇതിലൊളിഞ്ഞിരിക്കുന്ന സാർത്ഥത എത്രത്തോളം ഉണ്ട്, ഇതിലൊളിഞ്ഞിരിക്കുന്നത് എന്തെല്ലാം കുതന്ത്രങ്ങളാണെന്ന് മനസ്സിലാക്കി ഇതിനെ ശ്രീനാരായണ ഭക്തരെ ഇവരുടെ ഈ കർണാക്രമണത്തിൽ നിന്ന് പിടിയിൽ നിന്ന് മോചിപ്പിച്ച് ശ്രീനാരായണ ദർശനത്തെ പരിപോഷിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതിന് ഗുരുവിനെ ചുറ്റിപ്പറ്റി ഇവർ പറഞ്ഞു കിടക്കുന്ന ഈ അടിസ്ഥാന ശൂന്യങ്ങളായ, അടിസ്ഥാനമില്ലാത്ത ഈ അർത്ഥസത്യങ്ങളോ അസത്യങ്ങളോ മാത്രം നിറച്ചുകൊണ്ട് പറഞ്ഞു വയ്ക്കുന്ന ബുദ്ധിപരമായ കപടബുദ്ധി മാത്രം നിരത്തുന്ന ഈ പരിപാടിയെ നാം അതിനോട് 100% കാര്യമാത്രം പ്രസക്തമായി നിന്നുകൊണ്ട് പ്രതികരിച്ച് അതിനെ ന്യൂട്രലൈസ് ചെയ്യേണ്ടത് ലോകത്തിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം ശ്രീനാരായണ ഗുരു ഒരു ലോക ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിന്റെ വെളിച്ചം ലോകത്ത് മുഴുവൻ പടരുമെന്ന് ഉറപ്പുവരുത്തേണ്ടത് ശ്രീനാരായണ ഗുരു ഭക്തരുടെ ഒരു ചുമതലയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഒന്നും ഉരിയാടില്ല എന്നുള്ള ആ തരത്തിൽ നിന്ന് മാറി ഈ നോമിൽപ്പെടുന്ന നാം എല്ലാവരും വേണ്ടിടത്ത് വേണ്ട തരത്തിൽ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ ഉരിയാടുക തന്നെ വേണം. ഇതിലൂടെ നടക്കില്ല, കാലം മാറിപ്പോയി എന്നുള്ളത് ഇവരെ മനസ്സിലാക്കി കൊടുക്കുന്നു എന്നുള്ള അപേക്ഷയോടുകൂടി ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.